ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പം കുറച്ച് കാലമായിട്ട് സെയിൽസിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഏതായാലും ടോപ്പ് 10 വണ്ടികൾ സെയിൽസ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ കമ്പനികളുടെ സെയിൽസ് ആയിക്കോട്ടെ, പിന്നെ വേറെ എന്തൊക്കെ എൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ക്വാർട്ടർലി സെയിൽസ് എന്തോ. ഏതായാലും ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 SUVs ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മുടെ 10th പൊസിഷൻ നിൽക്കുന്ന മഹീന്ദ്രയുടെ ഥാർ റോക്സും ആണ്. അതായത് 3 ഡോർ ഥാറും പിന്നെ ഇപ്പോൾ ഈ അടുത്തൊന്ന് 5 ഡോർ ഥാറും. രണ്ടിനും അത്യാവശ്യം നല്ല സെയിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം 10,558 വണ്ടികളുടെ സെയിലാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. നമ്മളിതിൽ ഇയർ ഓൺ ഇയർ ബേസിലാണ് കമ്പയർ ചെയ്യുന്നത്, മന്ത് ഓൺ മന്ത് അല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം, അതായത് ജൂലൈ 2025 9,845 വണ്ടികളുടെ സെയിലായിരുന്നതിന് കിട്ടിയത്. 713 വണ്ടികളുടെ വ്യത്യാസവും 7.24% ഗ്രോത്ത് റേറ്റുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി എന്ന് പറയും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഡീ ഗ്രോത്ത് ഇല്ലല്ലോ. പിന്നെ ഈ ലിസ്റ്റിലാണെങ്കിൽ ആകപ്പാടെ ഡീ ഗ്രോത്ത് ഉള്ളത് ആകെ ഒരു വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. അതായതാണ് നിങ്ങളതേ വേഗത അറിയും. എനിവേ, ഇനി നമ്മുടെ അടുത്ത 9th പൊസിഷൻ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ പുതിയ വെന്യൂ ആണ്. ഈ പുതിയ ജനറേഷൻ വെന്യൂ വന്നപ്പോൾ തൊട്ട് ഹ്യുണ്ടായിക്ക് പിന്നെ ഇതിന് സെയിൽസ് അത്യാവശ്യം പിടിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ഡിസൈൻ ആയിക്കോട്ടെ, എല്ലാത്തിലും ഈവൻ സേഫ്റ്റിയിലാണെങ്കിൽ പോലും അവർ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 11,095 വണ്ടികളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ഇനി കഴിഞ്ഞ വർഷം ജൂലൈ ആണെങ്കിൽ 8,054 വണ്ടികളുടെ സെയിലായിരുന്നു വന്നത്. അതായത് കമ്പയർ ചെയ്യുമ്പോൾ 3,041 വണ്ടികളുടെ വ്യത്യാസവും 37.76% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. നാലാമതായ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി ഇതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയാനകമായ വലിയ ഗ്രോത്ത് പെർസെൻറ്റേജ് ഒന്നുമില്ല. സ്റ്റിൽ 12,000-11,000 ആയിട്ട് ഈ പുതിയ ജനറേഷൻ വണ്ടിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സെയിൽ കിട്ടുന്നുണ്ട്. പഴയ വണ്ടി ആയിരുന്നപ്പോൾ ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യായിരുന്നു. 12,000, ചിലപ്പോൾ 8,000, 9,000, 10,000 അങ്ങനെ. ഇപ്പോൾ എന്തായാലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മുടെ അടുത്ത 8th പൊസിഷൻ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ വിക്ടോറസ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 11,334 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം 2025 ജൂലൈയിൽ ഈ വണ്ടി ഇറങ്ങിയിട്ടില്ല. അതല്ലാതെ മന്ത് ഓൺ മന്ത് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം, അതായത് നമുക്ക് ജൂണിൽ ഇതിന് 12,000-അടുത്താണ് സെയിൽ വന്നത്. പക്ഷേ ആ മാസത്തെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ എബവ് 4 മീറ്റർ കോമ്പാക്ട് SUV ഈ വണ്ടിയായിരുന്നു. കാരണം ക്രെറ്റയ്ക്ക് സെയിൽ വളരെ കുറവായിരുന്നു. സെൽട്ടോസ് ആണെങ്കിൽ ഏകദേശം 10,000 ആയിരുന്നു. ബാക്കി വണ്ടികൾ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ എല്ലാം 10,000-ന് താഴെയായിട്ടാണ് സെയിൽ വന്നത്. സോ അങ്ങനെ ഈ വണ്ടിക്ക് ക്രെറ്റയെ തോപ്പിച്ച ഒരു മാസമെങ്കിലും നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ആവാൻ സാധിച്ചു. പക്ഷേ അത് ക്രെറ്റയ്ക്ക് സെയിൽ വളരെ കുറവായതുകൊണ്ടായിരുന്നു 10,000-ന് ക്രെറ്റയ്ക്ക് കഴിഞ്ഞ മുന്നത്തെ മാസം സെയിൽ കിട്ടിയുള്ളൂ. കഴിഞ്ഞ മാസം ഏതായാലും ക്രെറ്റ പിന്നെ പിടിച്ച് കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം വേഗത കാണാം എവിടെയാണ് എന്നുള്ളത്. സോ അതാണ് നമ്മുടെ 8th പൊസിഷൻ നിൽക്കുന്ന വിക്ടോർസിൻ്റെ കാര്യം. ഇനി അടുത്ത 7th പൊസിഷൻ നിൽക്കുന്നത് പുതിയ ബ്രസ്സയാണ്. പക്ഷേ ഈ വണ്ടിയുടെ പുതിയ ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുന്നേ ഉള്ള സെയിലാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ മാസം 12,055 വണ്ടികളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 14,065 വണ്ടികളുടെ സെയിലാണ് കിട്ടിയെന്ന് പറയാം. 2,010 വണ്ടികളുടെ വ്യത്യാസം 14.29% ഡീ ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ കൂട്ടത്തിൽ ആകെപ്പാടെ ഡീ ഗ്രോത്ത് വന്നിരിക്കുന്ന ഒരേ ഒരു വണ്ടിയാണ് ബ്രസ്സ. ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയെന്ന് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഈ ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇതിന് സെയിൽ കൂടാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കൊരു കാലത്ത് ഒരു 14,000-16,000 ഇടയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിൽ വന്നുകൊണ്ടിരുന്നൊരു വണ്ടി ആയിരുന്നത്. പിന്നെയാണ് ഇടയ്ക്ക് ഇങ്ങനെ കുറയാൻ തുടങ്ങിയത്. ഇപ്പോൾ എന്തായാലും ഫേസ് ലിഫ്റ്റിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, അതുപോലെ എഞ്ചിൻ ഓപ്ഷൻസ് ആയിക്കോട്ടെ, അണ്ടർബോഡി CNG ആയിക്കോട്ടെ, എല്ലാ തരത്തിലും അവർ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത മാസങ്ങളിൽ സെയിൽ കൂടും. ഇനി നമ്മുടെ 6th പൊസിഷൻ നിൽക്കുന്ന അടുത്ത വാഹനം കിയയുടെ സെൽട്ടോസ് ആണ്. സെൽട്ടോസിന് ഇപ്പോൾ ഈ ജനറേഷൻ അപ്ഡേറ്റ് വന്നപ്പോൾ തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിൽ കൂടിയിട്ടുണ്ട്. ഇടയ്ക്കൊരു കാലത്ത്, അതായത് ഈ പഴയ വണ്ടി ആയിരുന്നപ്പോൾ ലാസ്റ്റ് ഫേസ് ലിഫ്റ്റ് ആണെങ്കിലും 6,000-7,000, ചില മാസങ്ങളിലേക്ക് 8,000 അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വണ്ടി വന്നപ്പോൾ തൊട്ട് 10,000-ന് മുകളിൽ കൺസിസ്റ്റൻ്റ് ആണ്. കഴിഞ്ഞ മാസം 12,541 വണ്ടികളുടെ സെയിലും വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 6,010 വണ്ടികളുടെ സെയിലുള്ളൂ. അത് പ്രീവിയസ് ജനറേഷൻ വണ്ടിയുടെ സെയിലാണ്. അതായത് കമ്പയർ ചെയ്യുമ്പോൾ 6,531 വണ്ടികളുടെ വ്യത്യാസവും 108.67% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും ഇത് തന്നെയാണ്. പിന്നെ ജനറേഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൊത്തത്തിൽ വണ്ടി അങ്ങ് മാറ്റിയല്ലോ. പ്ലാറ്റ്ഫോം മാറി K2 നിന്ന് K3 ആയി. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് സൈസ് കൂടി, ഫീച്ചേഴ്സ് തന്നെ പറയേണ്ട. എഞ്ചിൻ ഓപ്ഷൻസ് ആണെങ്കിലും എല്ലാം ഉണ്ട്. പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, ടർബോ പെട്രോൾ ഉണ്ട്. ഇനിയിപ്പോൾ അധികം വൈകാതെ ഈ വർഷം അവസാനം അല്ലേ അടുത്ത വർഷം സ്റ്റാർട്ടിങ് ആകുമ്പോഴേക്കും ഹൈബ്രിഡും ഈ വണ്ടിയിലും അതുപോലെ ക്രെറ്റയിലും വരും എന്നും പറയുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷൻ നിൽക്കുന്ന മഹീന്ദ്രയുടെ സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോ N ആണ്. സ്കോർപിയോ N അവർ അടുത്ത് ജസ്റ്റ് ഒരു ചെറിയ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും പിന്നെ സെൻറ്റർ കൺസോളിൽ റീഡിസൈൻ അങ്ങനെയൊക്കെ ആയിട്ട്, പിന്നെ പാനോറമിക് സൺറൂഫ് ഒക്കെ വന്നു. ഏതായാലും 16,009 വണ്ടികളുടെ സെയിലാണ് കഴിഞ്ഞ മാസത്തിന് കിട്ടിയത്. ഇത് അപ്ഡേറ്റഡ് വണ്ടിയുടെ സെയിലല്ല. ഈ മാസത്തെ സെയിൽ കണക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റ് അപ്ഡേറ്റഡ് വണ്ടിയുടെ എത്രയാണെന്ന് അറിയാം. ഇനി അതല്ലാതെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ 13,747 വണ്ടികളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 2,262 വണ്ടികളുടെ വ്യത്യാസം 16.45% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്.
ഈ സ്കോർപ്പിയോയുടെ കേസിൽ ഇപ്പം മഹീന്ദ്ര ഇത് അപ്ഡേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എല്ലാം സെയിൽ കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും കാലം 2022 ഇറക്കിയ വണ്ടിയിൽ അവർ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കൊടുക്കാതിരുന്നു. ഇപ്പോൾ 16,000 സെയിൽ കിട്ടുന്ന ഈ സെഗ്മെൻറ്റിലുള്ള വേറെ വണ്ടിയൊന്നുമില്ലല്ലോ, അതാണ് സംഭവം. എന്തായാലും ഫൈനലി അവരിപ്പോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കോർപ്പിയോ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്ത വർഷം ഇത് ഗ്ലോബലിയും ഇവിടെയും എല്ലാം വരും. സോ ഒരു പിക്കപ്പിൻ്റെ സെയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അപ്പം നോക്കാം. ഇനി അടുത്ത 4th പൊസിഷൻ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ നെക്സോൺ EV ഒക്കെയാണ്. 17,471 വണ്ടികളുടെ സെയിലാണ് കഴിഞ്ഞ മാസത്തിന് കിട്ടിയത്. ഇനി കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ജൂലൈയിൽ നമുക്ക് 12,825 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. അതായത് 4,646 വണ്ടികളുടെ വ്യത്യാസം 36.23% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ നമുക്ക് 5ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടിയ വണ്ടി എന്ന് വേണമെങ്കിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ വണ്ടിക്ക് കഴിഞ്ഞ വർഷം ഇപ്പോൾ 2025 ഒരു ഇതെടുക്കുകയാണെങ്കിൽ 12,000 13,000 ആ റേഞ്ചിലൊക്കെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 26 തൊട്ടാണ് പിന്നെ നെക്സോണിൻ്റെ സെയിലും കൂടാൻ തുടങ്ങി. ഒരു 15,000 മുകളിലൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരാൻ തുടങ്ങിയത്. അതിന് മുന്നേ പഞ്ചായിരുന്നു ഏറ്റവും ടോപ്പ് സെല്ലിംഗ് വണ്ടി. അപ്പോൾ പഞ്ച് അവിടെ നിന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നമുക്ക് വരാം. 3rd പൊസിഷനിൽ നിൽക്കുന്ന ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. ക്രെറ്റയും ക്രെറ്റ EV ഒക്കെ ഉണ്ട്. 18,088 വണ്ടികളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 16,898 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയത്. 1,190 വണ്ടികളുടെ വ്യത്യാസം 7.04% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഇയർ ഓൺ ഇയറിൽ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന വണ്ടി ക്രെറ്റയാണ്. പക്ഷേ ഡസൻ മാറ്റർ, കാരണം 18,000 സെയിൽ എന്ന് പറയുന്നത് സ്റ്റിൽ വളരെ ഇമ്പ്രസീവാണ്. ആൻഡ് ഈ വണ്ടിക്ക് യൂഷ്വലി കിട്ടുന്നൊരു സെയിൽ തന്നെയാണ്. ഇത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം, അതായത് ജൂണിലാണ് പിന്നെയും സെയിൽ കുറഞ്ഞു പോയത്. അതെന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടായിരിക്കും, അല്ലാതെ ഇതിന് ഡിമാൻഡ് കുറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ പുതിയ ജനറേഷൻ അപ്ഡേറ്റ് ആണെങ്കിലും ഈ വണ്ടിക്ക് അധികം വൈകാതെ തന്നെ വരും. അതിന് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇൻ്റർനാഷണൽ നടക്കുന്നുണ്ട്. അടുത്ത വർഷമാണ് എക്സ്പെക്റ്റഡ് ലോഞ്ച് അതിൻ്റെ. ഇനി 2nd പൊസിഷൻ നിൽക്കുന്ന അടുത്ത വണ്ടി നമ്മുടെ മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം അടിച്ചു കയറിയ സെയിൽ വന്നു. 19,473 വണ്ടികളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ഇനി കഴിഞ്ഞതിന് മുന്നത്തെ, അതായത് കഴിഞ്ഞ വർഷം ഈ വണ്ടിക്ക് 12,872 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 6,601 വണ്ടികളുടെ വ്യത്യാസം 51.28% ഗ്രോത്ത് റേറ്റാണ്. ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിന് യൂഷ്വലി വരുന്ന ഒരു 12,000 13,000 നിന്നും ഇപ്പോഴാണ് 20,000 ഇടയിലേക്കൊക്കെ കയറാൻ തുടങ്ങിയത്. ബലേനയ്ക്കും കുറച്ച് കാലമായിട്ട് ഇത്രയും സെയിലൊന്നും കിട്ടുന്നില്ല. സോ ഫ്രോങ്സ് എന്തായാലും പിന്നെയും കയറാൻ തുടങ്ങി എന്ന് പറയാം. ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വരുത്തിയിട്ടില്ലായിരുന്നു. എന്നാലും വെറുതെ അങ്ങ് സെയിൽ കൂടി എന്നേ ഉള്ളൂ. ഡിമാൻഡ് കൂടിയപ്പോൾ അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് അഡ്ജസ്റ്റ് ചെയ്യാനവരതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഒന്ന് കൂട്ടിയതായിരിക്കും. ഇനി നമ്പർ 1 അതാണ് നമ്മുടെ ടാറ്റയുടെ പഞ്ചും പഞ്ചീവിയും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ മാസത്തെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി പഞ്ചാണോ എന്നുള്ളത്. പക്ഷേ അല്ല, അത് ഡിസയറാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഡിസയർ ഇങ്ങനെ മുകളിൽ നിൽക്കുന്നുണ്ട്. കുറേ പേര് ടാക്സി യൂസേഴ്സ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ആ വണ്ടി ഓവറോൾ ഇപ്പോൾ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഭാരത് എൻക്യാപ്പിലും ഗ്ലോബൽ എൻക്യാപ്പിലും എല്ലാത്തിനും ഉണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. പ്രൈസ് പോയിന്റ് കുഴപ്പമില്ല. സെഡാനാണ്, അതായത് കോമ്പാക്ട് സെഡാനാണ്. ബൂട്ട് സ്പേസ് ഉണ്ട്. ആ രീതിയിലാണ് ആ വണ്ടിക്ക് തന്നെ സെയിൽ കിട്ടുന്നത്. പഞ്ച് മോശമൊന്നുമല്ല. കഴിഞ്ഞ മാസം 21,313 വണ്ടികളുടെ സെയിലുണ്ട്. അത് വളരെ ഇമ്പ്രസീവാണ്. ഇനി കഴിഞ്ഞ വർഷം എടുക്കുകയാണെങ്കിൽ ജൂലൈയിൽ 17,785 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 10,528 വണ്ടികളുടെ വ്യത്യാസം 97.62% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഈ ലിസ്റ്റിൽ 2ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി നമ്മുടെ പഞ്ചാണ്. സോ കഴിഞ്ഞ വർഷം ജൂലൈയിൽ പഞ്ചിന് കുറച്ച് സെയിൽ കുറവായിരുന്നു. കഴിഞ്ഞ വർഷം ആക്ച്വലി ഇവർക്ക് ഇങ്ങനെ അത്ര കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിയും പൊങ്ങിന്നതൊക്കെ കളിക്കുമായിരുന്നു. ഇനി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സെയിൽസ് ലിസ്റ്റിനെ പറ്റി പറയാനുള്ളതെന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സായി ചെക്കൗട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.